AD 275 കപ്പദോക്യയിലെ ലിദ്ദ പ്രവിശ്യയിലാണ് പരിശുദ്ധനായ ഗീവർഗീസ് സഹദ ജനിക്കുന്നത്. യവനായരായ ക്രിസ്ത്യാനികളായ മാതാപിതാക്കൾക്ക്, ഗ്രീക്കുകാരായ ക്രിസ്ത്യൻ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് ഗീവർഗീസ്. അദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് ജെറോണ്ടിയോസ് എന്നും അദ്ദേഹം കപ്പദോക്യയിൽ നിന്നുമുള്ള റോമ സൈന്യത്തിലെ ഒരു സൈന്യാധിപനായിരുന്നു. ഒരു പാരമ്പര്യം പറയുന്നത് അദ്ദേഹവും ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷിത്വം പ്രാപിക്കുകയാണ് ചെയ്തതെന്നാണ് ഒരു പാരമ്പര്യം പറയുന്നത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ പേര് പോളിക്രോണിയ എന്നാണ്. ഒരു പാലസ്തീൻകാരിയായിരുന്നു. ലോദ് പ്രവിശ്യയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കപ്പദോക്യയിൽ ഗീവർഗീസ് ജനിച്ച് ഗീവർഗീസിന് 14 വയസ്സുള്ളപ്പോൾ അപ്പൻ രക്തസാക്ഷി മരണം പ്രാപിച്ചുവെന്നും അല്ല യുദ്ധത്തിൽ മരിച്ചുവെന്നും 2 പാരമ്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ 14-ാം വയസ്സിൽ അപ്പന്റെ മരണശേഷം ഗീവർഗീസ് പാലസ്തീനിലേക്ക്, ക്രിസ്തു ജനിച്ച നാട്ടിലേക്ക് വരികയാണ്. അവിടെയാണ് അദ്ദേഹം ഏകദേശം 6 വർഷക്കാലം ജീവിക്കുന്നത്. ഇതിനിടയിൽ അധികം വൈകാതെ തന്നെ അമ്മയും മരണപ്പെടുകയാണ്. 20-ാം വയസ്സിൽ വളരെ സമർത്ഥനായിരുന്ന ശാരീരികമായ അധ്വാനങ്ങളിലും കായികാഭ്യാസങ്ങളിലും തത്വശാസ്ത്രത്തിലുമൊക്കെയും നല്ല സമർത്ഥനായിരുന്ന ഗീവർഗീസ് റോമൻ സൈന്യത്തിൽ നിക്കോമേദിയയിലേക്ക് പോയി അവിടെ നിന്നും റോമൻ സൈന്യത്തിൽ അവരുടെ പ്രിട്ടോറിയൻ ഗാർഡിൽ, ചക്രവർത്തിയുടെ പ്രിട്ടോറിയൻ ഗാർഡിൽ ഒരു അംഗമായി ചേരുകയാണ്. 20-ാം വയസ്സിൽ ചേർന്നു. 21-ാം വയസ്സിൽ 1 വർഷമാകുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സാമർഥ്യം കൊണ്ടും വിശ്വസ്തത കൊണ്ടും അടുത്ത റാങ്കിലേക്ക് ഓരോ റാങ്കുകൾ മാറി ഉന്നതമായ ഒരു റാങ്കിലേക്ക് ഗീവർഗീസിന് എത്തിപ്പെടുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. ആ സമയത്താണ് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു. ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കെതിരെ ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുകയാണ്. അത് സുറിയാനി ഭാഷയിൽ ദിദിനോസ് എന്ന് പറയുന്ന ചക്രവർത്തിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഡയോക്ലീഷ്യൻ എന്ന് പറയുന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും ചരിത്രത്തിൽ, ക്രോണോളജിയിൽ അത് രണ്ടും ഒരേ ആള് തന്നെയാണ്. ഗ്രീക്ക് ഭാഷയിൽ ഡയോക്ലീഷ്യന്റെ ഭരണകാലഘട്ടം തന്നെയാണ് ഈ ഒരു പീഡന കാലഘട്ടത്തിൽ ഉള്ളതിനാൽ 2 പേരുകളും ഒരാളിനെ സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം നാം കരുതിയാൽ മതിയാവും. ഗ്രീക്ക് ദൈവങ്ങളായ അപ്പോളോ ദേവനെയും അർത്തിമേസ് ദേവിക്കും ബലിയർപ്പിക്കണം, അവരെ ആരാധിക്കണമെന്ന ഉഗ്രമായ കൽപ്പന ചക്രവർത്തിയോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നിട്ടും സുശക്തമായി അതിനെ എതിർക്കുകയും അതിന്മൂലം നിരവധിയായ പീഡനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവസാനം ശിരച്ഛേദം ചെയ്യപ്പെട്ട് AD 303 ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് നിത്യരക്തസാക്ഷിയായി കടന്നുപോയ ഒരു സഹദായുടെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്കും അപ്പുറം നമുക്ക് വളരെ പരിചിതമായ ഗീവർഗീസിന്റെ പടത്തിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് കുതിരപ്പുറത്തിരുന്ന് ഒരു സർപ്പത്തെ നിഹനിക്കുന്ന, പടച്ചട്ടകൾ അണിഞ്ഞ സർപ്പത്തെ നിഹനിക്കുന്ന ഗീവർഗീസിന്റെ രൂപമാണല്ലോ. ഇത് 11-ാം നൂറ്റാണ്ട് മുതലുള്ള ഗീവർഗീസിനെ സംബന്ധിച്ചുള്ള രേഖകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഒരുപക്ഷെ ലോകം മുഴുവനും ഇന്ന് ആദരിക്കുന്ന നിലയിൽ ഒരു സംരക്ഷകനായ വിശുദ്ധൻ എന്ന നിലയിൽ ഗീവർഗീസിനെ അംഗീകരിക്കുന്നതിന് ലോകം മുഴുവനും ഏറ്റെടുത്ത, ഒരുപക്ഷെ ഈ മലയാളക്കരയിലും കുടിയേറ്റ മേഖലകളിൽ ക്രിസ്ത്യാനികളുടെ ഇടയിലുമൊക്കെയും ഗീവർഗീസിന് ഇത്രമാത്രം പ്രചാരം ലഭിക്കുവാൻ ഇടയായി തീർന്ന ഒരു സംഭവമായിട്ട് വേണം നാം അതിനെ മനസ്സിലാക്കുവാൻ. അതിന്റെ ആധികാരികത പറയുന്നത് അദ്ദേഹം സൈനിക സേവനം നിർവഹിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ലിബിയയിൽ സെലീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു വ്യാളിയുടെ, ഒരു സർപ്പത്തിന്റെ, അല്ലെങ്കിൽ അത് പ്രത്യേകമായി അതൊരു ആലങ്കാരികമാണെങ്കിൽ തന്നെ ഒരു തിന്മയുടെ ഒരു പ്രവേശനം ഉണ്ടായപ്പോൾ അതിനെ എതിർക്കുവാൻ തക്കവണ്ണം ഗീവർഗീസ് പോവുകയും അവിടുത്തെ പ്രഭുകുമാരിയെ ഈ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുകയും ആ നാടിനെ മുഴുവൻ ആ ഒരു രക്ഷയുടെയും സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് സംരക്ഷിച്ച് ചേർത്ത് നിർത്തുകയും ചെയ്ത വിശുദ്ധന്റെ ആ ഒരു വലിയ സംഭവമാണ് ഇതിലൂടെ പിതാക്കന്മാർ പാരമ്പര്യങ്ങൾ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. എന്തു തന്നെയായിരുന്നാലും ഇന്ന് കിഴക്കൻ സഭാ പാരമ്പര്യങ്ങളും പാശ്ചാത്യ സഭാ പാരമ്പര്യങ്ങളും ഒരുപോലെ ഒരു വിശുദ്ധൻ എന്ന നിലയിൽ ഗീവർഗീസിനെ അംഗീകരിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പള്ളികൾ ലോകത്തിൽ സ്ഥാപിതമായിട്ടുള്ളത് ഈ പരിശുദ്ധന്റെ പേരിലാണ്. ബ്രിട്ടൻ മുതലായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും
പ്രമുഖമായ സിറ്റികളുടെയും ഒക്കെയും പേട്രൺ സെയിന്റ് ആയിട്ടും ഈ ഗീവർഗീസ് സഹദ ഇന്ന് ലോകം അംഗീകരിക്കുകയാണ്. ഈ മലയാളക്കരയിലും ജാതി മതഭേദമന്യേ എല്ലാവരും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു സഹായ മധ്യസ്ഥനായി ഈ പരിശുദ്ധൻ ഇന്ന് നിലകൊള്ളുകയാണ്. സഹദായുടെ ജീവിതം ഇന്നത്തെ നമ്മുടെ പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വഴികാട്ടുവാൻ തക്കവണ്ണം ഉദാത്തമായ നിരവധി പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട്. ഈ സമയപരിമിതി മൂലം 2 ചിന്തകൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ രാത്രിയിലെ ഈ ചിന്തകളിൽ നിന്ന് വിരമിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, നശ്വര ബഹുമാനത്തെ വെടിഞ്ഞ് നിർമ്മല ദൈവഭക്തിയെ സ്നേഹിച്ചവനാണ് സഹദ. നശ്വര ബഹുമാനങ്ങളെ വേണ്ട എന്ന് വെച്ച് നിർമ്മലമായ ദൈവഭക്തിയെ സ്നേഹിച്ചവനാണ് സഹദ. നമ്മുടെ ശീമാ നമസ്കാരം വ്യാഴം സന്ധ്യയിൽ നാം ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: പൂർണ്ണ മനസാൽ മശിഹായെ സ്നേഹി ചൈഹികമാ നശ്വര ബഹുമാനത്തെ വെടി ആത്മാർത്ഥതയാൽ ദൈവികമാകും ഭക്തിയെ ഇഷ്ടപ്പെട്ടോരാം സഹദേന്മാർദൻ അപദാനങ്ങളെ വർണ്ണിപ്പാൻ വൈഭവമാർക്കുണ്ടാമശീഹ ദേവേശാതൽ പ്രാർത്ഥനയാൽ കൃപ തോന്നേണമേ. പൂർണ്ണ മനസ്സോടെ മശിഹായോടുള്ള സ്നേഹത്തെ പ്രതി ഈ ലോകത്തിലെ നശ്വരമായ ബഹുമാനങ്ങളെ വെടിഞ്ഞ് ആത്മാർത്ഥമായി ദൈവഭക്തിയെ സ്നേഹിച്ചവരാണ് സഹദേന്മാർ. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് എന്നത്തെയും പോലെ ഈ ഒരു ചിന്ത. ഞാൻ ആദ്യം പറഞ്ഞ സെന്റ് ജോർജിന്റെ നടപടിക്രമം എന്ന് പറയുന്ന ആ പുസ്തകത്തിന്റെ പരിഭാഷയിൽ, സുറിയാനി ഭാഷയിലുള്ള പരിഭാഷയിൽ 2-3 കാര്യങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ സംഭവം എന്താണ്? ഗീവർഗീസിന്റെ ജീവിതത്തിൽ ഈ നശ്വര ബഹുമാനങ്ങളെ വെടിഞ്ഞ് ദൈവസ്നേഹത്തെ പ്രതി ദൈവഭക്തിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന്റെ ദൃഷ്ടാന്തങ്ങളായി 2-3 കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഒന്നാമത്, എല്ലാവിധമായ പീഡനങ്ങളിലൂടെയും ഗീവർഗീസിനെ ഈ ഡയോക്ലീഷ്യൻ ചക്രവർത്തി കടത്തിക്കൊണ്ടുപോയി. എന്നാൽ അതിൽ നിന്നുമൊക്കെയും അത്ഭുതകരമായി അദ്ദേഹം വിടുതൽ പ്രാപിച്ച് ചക്രവർത്തിയുടെ മുമ്പിലേക്ക് തന്നെ കടന്നു വരികയാണ്. എല്ലാ വഴികളും നോക്കിയിട്ടും, കൊല്ലുവാൻ നോക്കിയിട്ട് പോലും അതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡയോക്ലീസ് ഗീവർഗീസ് സഹദായെ വിളിച്ചിട്ട്, അന്നും അദ്ദേഹം സൈനികൻ തന്നെയാണ്, വിളിച്ചിട്ട് ഒരു പ്രലോഭനമാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഐ വിൽ മേക്ക് യു സിറ്റ് ഓൺ മൈ ത്രോൺ. ഒരുപക്ഷെ ആരും അറിഞ്ഞു കാണുകയല്ല. അവന് കൊടുത്ത ഏറ്റവും വലിയ പ്രലോഭനമാണ്: ഞാൻ നിന്നെ എന്റെ സിംഹാസനത്തിലിരുത്താം. അന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നറിയില്ല. പക്ഷെ എനിക്ക് ശേഷം ഒരാൾ ഈ സിംഹാസനത്തിലുണ്ടെങ്കിൽ അത് നീയാണ്. ഒരു സൈന്യാധിപനായ 21 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ അവന്റെ ആയുസ്സിൽ ലഭിക്കാവുന്ന അധികാരത്തിന്റെ ഒരു വലിയ മോഹം അവന്റെ മനസ്സിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ ഒരുപക്ഷെ ഏത് സാഹചര്യങ്ങളിലും ആരും വീണുപോകാവുന്ന ഈ അധികാരത്തിന്റെ പ്രലോഭനങ്ങളുടെ മധ്യേ ഗീവർഗീസ് ചെയ്തതെന്താണ്? അവിടെ പറയുന്നു, ഇങ്ങനൊരു വലിയ പ്രലോഭനം, കൂടുതൽ അധികാരവും കൂടുതൽ സിംഹാസനവും ഒക്കെ മുമ്പിൽ വെച്ചു കൊടുത്തപ്പോൾ ഗീവർഗീസ് എന്ത് ചെയ്തു? ഹി പുട്ട് ഓഫ് ഹിസ് വേർഡ്ലി, അവൻ ആർമേഴ്സ്, ഈ ലോകത്തിൻ്റെതായ മത്സരത്തിൻ്റെതായ രാജാധികാരത്തിൻ്റെതായ പോരാട്ടങ്ങളുടെ പടച്ചട്ട കൂടി രാജാവിന്റെ മുമ്പിൽ ഊരിവെച്ചു. അവൻ അന്ന് ലഭ്യമായിരുന്ന അധികാരത്തിന്റെ ചിഹ്നങ്ങൾ കൂടി രാജാവിന്റെ മുമ്പിൽ ഊരിവെച്ചു. പിന്നീടുള്ള ഗീവർഗീസിന്റെ ജീവിതം നമുക്ക് കാട്ടിത്തരുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരെണ്ണം ഊരിവെക്കുക മാത്രമല്ല, മറ്റൊന്നെടുത്ത് ധരിക്കുക കൂടി ചെയ്തു. ഹി പുട്ട് ഓഫ് ദ ആർമേഴ്സ് ഓഫ് ദ വേൾഡ് ആൻഡ് പുട്ട് ഓൺ ദ ആർമേഴ്സ് ഓഫ് ദ ഗോഡ്. അവൻ ഈ ലോകത്തിന്റെ പടച്ചട്ടകൾ ഊരിവെച്ചു,
പോരാട്ടത്തിന്റെ അധികാരത്തിന്റെ പടച്ചട്ടകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് വലിയൊരു പ്രലോഭനം മുന്നിൽ വന്നു നിൽക്കുമ്പോഴും ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം ഗീവർഗീസിന് സാധിച്ചു. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമായി നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവർക്കിത് സാധിച്ചത്? വിശ്വാസ പിതാക്കന്മാരുടെ പട്ടിക പറഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ അത് അവസാനിപ്പിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ ഓരോരുത്തരുടെയും കാര്യം പറഞ്ഞ് അവസാനിക്കുമ്പോൾ എബ്രായ ലേഖന കർത്താവ് കുറിച്ചിടുന്ന ചെറിയൊരു വാക്യമുണ്ട്. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. The world is not fit for them. ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഈ ലോകത്തിൽ യോഗ്യമായി എണ്ണപ്പെടുവാൻ തക്കവണ്ണം അധികാരങ്ങളോടുള്ള ആസക്തികളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകം യോഗ്യമല്ലാത്ത ഒരു കൂട്ടർ ക്രിസ്തുവിനോട് ചേർന്ന് ഇവിടെ ജീവിച്ചിരുന്നു. അവർ ഈ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ചത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ നമ്മൾ തുടർന്നു പോകുന്ന ബോധ്യം നമുക്കുണ്ടാകും. 20 വയസ്സ് യൗവനമാണ്. യൗവനത്തിൽ ഒരാൾ എങ്ങനെയാണ് യൗവനത്തിന്റെ മോഹങ്ങൾക്കും അപ്പുറം ഇങ്ങനൊരു ദൈവത്തെ അന്വേഷിക്കാനുള്ള കൃപയുണ്ടാകുന്നത്? ഇന്ന് നമ്മുടെ മക്കൾക്ക് എന്താണ് ഇതില്ലാതെ പോകുന്നത്? അതുകൊണ്ട് യൗവനത്തിൽ ഈ ഒരു ഉപേക്ഷണത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഈ സഹദായുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുകയാണ്. മോശയുടെ ജീവിതത്തെ എബ്രായ ലേഖന കർത്താവ് പറയുമ്പോഴും പറയും, മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദ പാസിംഗ് പ്ലഷേഴ്സ് ഓഫ് ദ വേൾഡ് എന്നാണ്, നൈമിഷികമായ സുഖങ്ങൾ, ഈ ലോകത്തിന്റെ നൈമിഷികമായ സുഖങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം, അവൻ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. ഫറവോൻ രാജാവാണ്, ഫറവോന്റെ പുത്രി രാജകുമാരിയാണ്, രാജകുമാരിയുടെ മകൻ രാജകുമാരനാണ്, അത് അധികാരമാണ്, വേണ്ട എന്ന് വെക്കുകയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ ഭാരതത്തിൽ ശ്രീബുദ്ധനും ശ്രീരാമനും ഇങ്ങനെ എത്ര പേർ അധികാരം വിട്ട് സിംഹാസനം വിട്ട് പോയവർ പണിതൊരു പുണ്യഭൂമിയാണിത്. അതുപോലെ തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ജനതയെ മുഴുവൻ രക്ഷയിലേക്ക് നയിക്കുവാൻ യോനാ പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. ഈ അധികാരത്തിന്റെ പ്രലോഭനങ്ങൾ മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ദൈവികമായി ആത്മീകമായി ഇതിനോട് പ്രതികരിക്കുവാൻ സഹദായിക്ക് സാധിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ അതുവരെ പോരാടിയത് ഒരു ഐഹിക രാജ്യത്തിന് വേണ്ടിയും രാജാവിന് വേണ്ടിയുമാണ്. എന്നാൽ ക്രിസ്തുവിനെ വിസ്തരിക്കുമ്പോൾ പീലാത്തോസ് നീ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ ക്രിസ്തു പറയുന്നുണ്ട്, എന്റെ രാജ്യം ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്റെ ഭടന്മാർ എനിക്ക് വേണ്ടി പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഐഹികമല്ല, അത് സ്വർഗീയമാണ്. ഇവിടെ ഗീവർഗീസ് തിരിച്ചറിയുകയാണ്, ഇനി ആർക്ക് വേണ്ടിയാണ് പോരാടേണ്ടത്? ഈ അധികാരത്തിന് വേണ്ടിയാണോ? ഞാൻ ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ പോരാടേണ്ടത് ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ദൈവരാജ്യം ഐഹികമായ ഒരു കാര്യമല്ല. അതിന് രാജകീയമായ പോരാട്ടങ്ങളുടെ പടച്ചട്ടങ്ങൾ ആവശ്യമില്ല. ഈ ലോകവും നമ്മുടെ ആനുകാലിക ജീവിതവുമൊക്കെ ഈ ഒരു പ്രലോഭനങ്ങളിലേക്ക് വീണു പോകുന്ന കാലമാണ്. എത്രയോ കുടുംബങ്ങളാണ്, എത്രയോ യൗവനക്കാരാണ് ഈ മോഹങ്ങളിൽപ്പെട്ട് വീണു പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചൊരു മഹാകാവ്യം മഹാകവി KV സൈമൺ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് വേദവിഹാരം എന്നാണ്. അതിൽ ലോത്തിന്റെ ഭാര്യ ഉപ്പതൂണായി പോകുന്ന ആ സംഭവം വിവരിക്കുന്നത് സോദോം ദഹനം എന്ന് പറയുന്ന ഒരു അധ്യായത്തിലാണ്. അതിൽ ആ കാര്യങ്ങളൊക്കെ വിവരിച്ച് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്ന 2 വരികളുണ്ട്. വിഷ സർപ്പമേ നിന്നെ വിട്ടോടിലും വിദ്രുതം നീ പാഞ്ഞു ദംശിപ്പുമർത്തിയരെ. വിഷയ സർപ്പമേ, ഈ ലോകത്തിന്റെ മോഹങ്ങളാകുന്ന സർപ്പമേ, നിന്നെ വിട്ടോടിലും, എത്ര നിന്നെ വിട്ടിട്ടോടിയാലും വിദ്രുതം നീ പാഞ്ഞു ദംശിപ്പുമർത്തിയരെ. നീ ഓടി വന്ന് എന്തിനാണ് ഇങ്ങനെ മനുഷ്യരെ കൊല്ലുന്നത്? എല്ലാ മനുഷ്യരും ഇതിൽ വീണു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ മോഹങ്ങളിൽ പെട്ടുലയുകയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു,
പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പെഴുത്തിട്ട് മരണത്തെ പെറുന്നു. അതുകൊണ്ട് മരണത്തിന്റെ അവസ്ഥകളിലേക്ക് നാം വീണു പോകാതിരിക്കാൻ മോഹങ്ങളെ മുളയിലെ നുള്ളുവാൻ നമുക്ക് കഴിയണം. ഈ അടുത്ത സമയത്ത് ഒരു വൈദികൻ എന്നോട് പറഞ്ഞു, ഒരു ഭവനത്തിൽ പോയപ്പോൾ ഒരമ്മയ്ക്ക് പ്രതീക്ഷയെ വളർത്തിക്കൊണ്ടുവന്ന 2 മക്കൾ, ഒരാളെ വെളിയിൽ പഠിക്കുവാൻ തക്കവണ്ണം വിട്ടു. അവൻ വീട്ടിലൊരു സോഫായിൽ ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് മയക്കുമരുന്നിന് അടിമയായി അവിടെ വഴിയിൽ കിടന്നപ്പോൾ ഇവിടുന്ന് പോയി എടുത്തോണ്ട് വന്നു. ഡി അഡിക്ഷൻ ഒക്കെ കഴിഞ്ഞു, ഓർമ്മയുമില്ല, കാര്യങ്ങളുമില്ല. ഒരുവൻ ആ വഴിക്ക് നിൽക്കുന്നു. പിന്നെ പ്രതീക്ഷയായ ഒരുവൻ ഉണ്ടായിരുന്നു. അവനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. അവൻ മദ്യത്തിന്റെ അവസ്ഥയിലേക്ക് പോയി. ഇപ്പോൾ കുടുംബജീവിതവും തകരുന്ന ഒരു അവസ്ഥയിൽ മറ്റൊരിടത്തായിരിക്കുന്നു. ആസക്തികളും മോഹങ്ങളും അധികാരങ്ങളും നമ്മെ എവിടെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്? അതുകൊണ്ട് പൗലോസ് വളരെ വ്യക്തമായി പറഞ്ഞു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിനുള്ളവനാണ് താനെന്ന് സഹദായിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ പെരുന്നാളിന് സഹദാ നമ്മോട് ആവശ്യപ്പെടുന്നത്, ക്രിസ്തുവേശുവിനുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിക്കണം. അതുകൊണ്ടാണ് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞ പൗലോസ് എഫേസ്യ ലേഖനത്തിൽ വളരെ വ്യക്തമായി ഈ പറഞ്ഞ ഗീവർഗീസ് ധരിച്ച ആത്മീയമായ സർവായുധ വർഗത്തെ വിശദമാക്കി പറയുന്നുണ്ടല്ലോ. എഫേസ്യർ 6:10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കുക, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെ കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കുക, രക്ഷയെന്ന ശിരസ്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുക. ഗീവർഗീസ് കുതിരയുടെ പുറത്തു നിന്ന് സർപ്പത്തെ കുത്തുന്നത് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് ഈ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് പിശാചിന്റെ പോരാട്ടങ്ങളെ തോൽപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണല്ലോ. അതുകൊണ്ട് ഈ പെരുന്നാൾ ഒന്നാമോ നമ്മോട് ആവശ്യപ്പെടുന്നതും ഈ നശ്വരമായ ബഹുമാനങ്ങളെ വെടിഞ്ഞ് ദൈവഭക്തി ഇഷ്ടപ്പെടുവാനാണ്. അതിൽ തന്നെ രണ്ടാമത് ഈ പുസ്തകത്തിൽ പറയുന്ന മനോഹരമായ ആ എക്സാക്ട് ട്രാൻസ്ലേഷൻ തന്നെ ഇപ്രകാരമാണ്: ഹി ഡിസ്ട്രിബ്യൂട്ടഡ് all his possession, gold and silver, to the poor and needy. അവൻ തനിക്കുണ്ടായിരുന്ന പൊന്നും വെള്ളിയും എല്ലാം, എല്ലാ പൊസഷൻസും ഒന്നുപോലും ബാക്കി വെക്കാതെ ഈ വേലയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ദരിദ്രർക്കായി നൽകിയെന്നാണ്. പ്രിയമുള്ളവരെ, ഇതിന് നമ്മുടെ ആത്മീക ജീവിതത്തിൽ വലിയൊരു പ്രസക്തിയുണ്ട്. ഇത് വെറുതെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്നതല്ല ഇതിന്റെ പ്രസക്തി. ഇതിന്റെ പ്രസക്തി സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് നിത്യജീവൻ നേടുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്രിസ്തു അവനോട് പറഞ്ഞത്, നിനക്കൊരു കുറവുണ്ടെന്നാണ്. അത് നിന്റെ സമ്പത്ത് വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ക്രിസ്തു പറഞ്ഞു തുടങ്ങുന്ന വാചകത്തിലാണ് സുവിശേഷത്തിൽ ഇതിന്റെ പ്രസക്തി. അതെന്തെന്നറിയാമോ? ക്രിസ്തു ഇതിനെ പരിചയപ്പെടുത്തുന്നത് ഇറ്റ്സ് എ വേ ഓഫ് പെർഫെക്ഷൻ എന്ന നിലയിലാണ്. നീ പരിപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, അതാണ് ക്രിസ്തു പറഞ്ഞു തുടങ്ങുന്നത്. നീ ഇതെല്ലാം ചെയ്യുന്നുണ്ടാകും, ബട്ട് ഇഫ് യു വാണ്ട് ടു ബി എ പെർഫെക്റ്റ് ഗോഡ്ലി മാൻ, നീ ഒരു പെർഫെക്റ്റ് ആകുവാൻ, നീ പരിപൂർണനാകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ നിനക്കുള്ളത് വിട്ട് ദരിദ്രർക്ക് കൊടുക്കണം. ഗീവർഗീസിന്റെ സമർപ്പണം ഭാഗികമായിരുന്നില്ല. ഒരിക്കൽ ഉപേക്ഷിച്ചതൊന്നും അദ്ദേഹം പിന്നീട് തിരികെ മോഹിക്കുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയവർക്കൊക്കെ പിന്നിലും പല മോഹങ്ങളും ഉദിച്ചു വരുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണണം. പരിപൂർണനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദ വേ ഓഫ് പെർഫെക്ഷൻ, അവൻ അത് വിട്ട് ദരിദ്രർക്ക് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. അമേരിക്കയിൽ ഒരു ധനികയായ കോടീശ്വരിയായ, അവരുടെ പേര് കോൺസ്റ്റാൻസ് മൊറാൽസ് എന്നാണ് ഞാൻ വായിച്ചത്. അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റിട്ട് സന്യാസം സ്വീകരിച്ചു. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പത്രങ്ങളിലൊക്കെ വന്നു. ചിലര് പറഞ്ഞു അവർക്ക് കോടീശ്വരിയാണ്, വേറെ ആരും വീട്ടിലില്ല, ഒരുപാട് സ്വത്തുക്കളുണ്ട്, മില്യണയറാണ്. അപ്പം അവരിതെല്ലാം വിറ്റ് സന്യാസം സ്വീകരിച്ച വാർത്ത വന്നപ്പോൾ കുറച്ചു പേര് പറഞ്ഞു അവർക്ക് വട്ടാണ്,
മറ്റു ചിലർ പറഞ്ഞു അവർക്കൊരു പ്രേമനൈരാശ്യമുണ്ട്, അതുകൊണ്ടാണ്. എന്നാൽ ഒരു പത്രം മാത്രം ഇതിനെപ്പറ്റി ഗൗരവപൂർവ്വം പഠിച്ചിട്ട് ഇതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി. അതിനവർ കൊടുത്ത തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: എ സീക്രട്ട് ലവ് അഫയർ വിത്ത് ഗോഡ്. ദൈവവുമായി അവർക്കൊരു രഹസ്യാത്മകമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. ദൈവവുമായി അവർക്കൊരു രഹസ്യാത്മകമായ സ്നേഹബന്ധമുണ്ടായിരുന്നു. സഹോദരന്മാരൊക്കെ ഈ പെരുന്നാളിൽ നമ്മോട് ആവശ്യപ്പെടുന്നു. അവരിതെല്ലാം കൊടുത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ ഒരു നിധി കണ്ടെത്തിയപ്പോൾ അവൻ തനിക്കുള്ളതെല്ലാം വിറ്റത് സ്വന്തമാക്കി. അതിന്റെ മൂല്യം അറിയാമായിരുന്നു. അതിന്റെ മൂല്യം അറിയാവുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആ മൂല്യം അറിഞ്ഞ് അവർ വിറ്റ് കൊണ്ടു കൊടുത്തു. അതുകൊണ്ട് ദൈവവുമായി ഇപ്രകാരം രഹസ്യാത്മകമായൊരു സ്നേഹബന്ധം ഈ പെരുന്നാളിൽ ഉണ്ടാകണമെന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. ശീമാ നമസ്കാരം ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു പാട്ടിൽ ഒരു ചോദ്യവുമുണ്ട്, ഒരു ഉത്തരവുമുണ്ട്. ചോദ്യം സഹോദരന്മാരോടാണ്. അത് ഇപ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നത്: എല്ലാരും സ്നേഹിച്ചിടുമീ നശ്വര ലോകത്തെ എന്തിനു സഹോദരന്മാരെ നിങ്ങൾ ദ്വേഷിച്ചു? എല്ലാരും സ്നേഹിക്കുന്ന ഈ ലോകത്തെ സഹോദരന്മാരെ നിങ്ങൾ എന്തിനാണ് ദ്വേഷിച്ചത്? ഒരു ഉത്തരം പറയുകയാണ്. എന്താ? സ്നേഹിച്ചോരെ ആദ്യന്തം തള്ളിയ ലോകത്തിൻ വ്യാമോഹം മിഥ്യയതെന്നീ ഞങ്ങൾ കണ്ടു. ആരൊക്കെ ഈ ലോകത്തെ സ്നേഹിച്ചിട്ടുണ്ടോ ആ സ്നേഹിച്ചവരെയൊക്കെ തള്ളിയ ഈ ലോകത്തിന്റെ വ്യാമോഹങ്ങൾ വ്യർത്ഥമെന്ന് ഞങ്ങൾ കണ്ടു. ഈ അവബോധത്തിലേക്കാണ് ഈ പെരുന്നാൾ നമ്മെ കൊണ്ടുവരേണ്ടത്. മൂന്നാമത്, ഈ ബഹുമാനങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നിടത്ത് മൂന്നാമത് ഈ പുസ്തകത്തിൽ എനിക്ക് വായിച്ചപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഇതാണ്. പിന്നെയും ഇങ്ങനെ വിസ്താരം നടക്കുകയാണ്. അവരുടെ മുമ്പാകെ ഇങ്ങനെ ദൈവത്തെ സത്യവിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഈ രാജാവ് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിനുള്ള മറുപടി പറഞ്ഞ് നിലകൊള്ളുന്ന ഗീവർഗീസിന്റെ അടുക്കൽ ഇതിനിടയ്ക്ക് അവിടുത്തെ പട്ടാള ജനറൽ, അദ്ദേഹത്തിന്റെ പേര് മെഗലേനിയസ് എന്നാണ്, അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: വാട്ട് ഈസ് യുവർ നെയിം? നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ പേരെന്താണ്? അതിന് അദ്ദേഹം പറയുന്ന മറുപടി, ആദ്യത്തെ വാചകം ഇതാണ്: മൈ ഫസ്റ്റ് നെയിം ഈസ് ക്രിസ്ത്യൻ. എന്റെ ആദ്യത്തെ പേര് ക്രിസ്ത്യാനി എന്നാണ്. ഈ അവബോധമാണ് പ്രിയമുള്ളവരെ നമ്മളെ അവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഈ അവബോധത്തിൽ നിന്ന് നാം എത്രമാത്രം ഇന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. എന്റെ ആദ്യത്തെ പേര് ക്രിസ്ത്യാനി എന്ന് പറയുന്നിടത്ത് നാം മനസ്സിലാക്കേണ്ടത് ആ മനുഷ്യൻ എത്രത്തോളമാണ് അവനെ ക്രിസ്തുവിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ളത്. ഗലാത്യർ 3:1 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന ഒരുവന്റെ ആദ്യത്തെ പേര് ക്രിസ്ത്യാനി എന്ന് തന്നെയായിരിക്കും. ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നാണ്. സുവിശേഷ ജീവിതം സാക്ഷ്യ ജീവിതമാണ്. സുവിശേഷത്തിന്റെ സാക്ഷ്യപാതകളിലേക്ക് കടന്നു വരുവാനാണ് ഗീവർഗീസിന്റെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ഒരു സാക്ഷ്യമില്ലാതെ പോയ ജീവിതങ്ങൾ കാരമില്ലാതെ പോയ ഉപ്പ് പോലെയാണ്. വിവേകാനന്ദൻ ഒരു മഹാഗുരുവിന്റെ അടുക്കലേക്ക് പോയി. അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് വിവേകാനന്ദനോട് ആ ഗുരു പറഞ്ഞു, ആ മേശപ്പുറത്തൊരു പുസ്തകം ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ വിവേകാനന്ദൻ അതെടുത്ത് നോക്കിയപ്പോൾ ഇച്ചിരി കനമുള്ളൊരു പുസ്തകമാണ്. അത് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ സമയത്ത് എത്രമാത്രം മഴ ലഭിക്കും, എങ്ങനെയുള്ള മഴയാണ് ലഭിക്കുന്നത്, ഓരോ സ്ഥലങ്ങളിൽ എത്രമാത്രം മഴ, ഇന്ന സ്ഥലത്ത് ഇന്ന മഴ ലഭിക്കും, ഇങ്ങനെ ഉണ്ടായാൽ മഴ കൂടുതൽ ലഭിക്കും, ഇങ്ങനെ എപ്പോഴൊക്കെ മഴ ലഭിക്കും, വെള്ളം ലഭിക്കും എന്നതിന്റെ ഒരു പുസ്തകമാണ്. ഇത് വായിച്ചു നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പുസ്തകം അവിടെ തിരിച്ചു വെക്കുമ്പോൾ ആ ഗുരു പറഞ്ഞു, ഇനി ആ പുസ്തകം നല്ലതുപോലെ കയ്യിലെടുത്തൊന്ന് പിഴിയാൻ പറഞ്ഞു. വിവേകാനന്ദൻ അതെടുത്ത് പിഴിഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ല, പിഴിയാൻ ശ്രമിക്കുക, ഒരുപക്ഷെ അതിനെ നോക്കിക്കാണും. ഗുരു ചോദിച്ചു, ഒരിറ്റ് വെള്ളമെങ്കിലും വന്നോ? ഒന്നും വന്നില്ല. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതവും ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനം
ഇന്നൊരു അധപ്പതനം എന്നൊക്കെ പറയാവുന്ന സാഹചര്യം ഇതാണ്. സുവിശേഷ ജീവിതവും ക്രിസ്തീയ ജീവിതവും ഒക്കെ ഒന്നാമത് ക്രിസ്ത്യാനി എന്ന പേരിന്റെ പുറകിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് എത്ര പിഴിഞ്ഞാലും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം കഴിയാത്ത, ആത്മീയത പിഴിഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കഴിയാത്ത, എത്ര പിഴിഞ്ഞാലും ഒരിറ്റു പോലും ആത്മീയതയുടെയോ നന്മയുടെയോ അനുഭവമില്ലാത്ത തലങ്ങളിൽ നാം പോയിട്ടുണ്ടെങ്കിൽ ഗൗരവപൂർവ്വം ഇത് ആവശ്യപ്പെടണം. പിന്നീട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം വിവേകാനന്ദൻ ഒരിക്കൽ അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടുത്തെ മിഷണറിമാരോട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മതപ്രചാരകർ, അതിന് നേതൃത്വം നൽകുന്നവർ ക്രിസ്തുവിനെ അവർക്ക് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനി എന്ന് നിങ്ങളെ വിളിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രചാരകരെ വേണം, അങ്ങനെയുള്ളവരെ നിങ്ങൾ ഇന്ത്യയിലേക്ക് അയക്കൂ എന്ന് വിവേകാനന്ദൻ പറയുന്നു. ക്രിസ്തുവിന്റെ യഥാർത്ഥ പ്രചാരകർ, അങ്ങനെയുള്ളവരെയാണ് ആവശ്യം. സുവിശേഷ ജീവിതത്തിന്റെ നടപടികളിലേക്ക് നമ്മെ ആനയിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമാകണം നമ്മുടെ പെരുന്നാൾ ആചരണം. 2013 പെന്തിക്കോസ്തിയുടെ തലേ ദിവസം രാത്രിയിൽ ലോകമാദരിക്കുന്ന പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ ലോകം മുഴുവനുള്ള കത്തോലിക്കരോട് 1 മണിക്കൂർ സമയം തന്റെ പ്രസംഗം കേൾക്കണം, ആ ആരാധനയിലൊപ്പം പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ, സുവിശേഷ ജീവിതത്തിന്റെ 3 ഘടകങ്ങളെയാണ് അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചത്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത് 1.5 ലക്ഷം ജനങ്ങൾ നിൽക്കുകയാണ്. അദ്ദേഹം അവരോട് പറഞ്ഞത് ഒന്നാമത് യേശുവിനെ പറ്റിയാണ്. സുവിശേഷ ജീവിതത്തിന്റെ ഒന്നാമത്തെ ഘടകം ക്രിസ്തുവാണ്. ഒന്നാമത് ക്രിസ്ത്യാനിയാവുക എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് നിന്ന സമയം മുതൽ നിങ്ങൾ എനിക്ക് ജയ് വിളിക്കുകയായിരുന്നു. എവിടെയാണ് ഇതിനിടയ്ക്ക് ക്രിസ്തു? അതുകൊണ്ട് നിങ്ങൾ ഇനി കുറച്ചു നേരം ക്രിസ്തുവിന് ജയ് വിളിക്കുവാൻ പറഞ്ഞു. വിവാ പാപ്പ വിളിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും കൊണ്ടും അദ്ദേഹം ക്രിസ്തുവിന് ജയ് വിളിപ്പിച്ചു. ഈ പ്രയോറിറ്റികളിലേക്ക് നാം മടങ്ങി വരും. ഈ സുവിശേഷപരമായ ഈ ക്രിസ്തുവിന് മുൻഗണനയെന്ന, ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമായ ഫ്രാൻസിസ് അസീസിയുടെ പ്രാർത്ഥന പോലെ, യേശുവേ എന്റെ സർവസ്വമേ എന്ന് അദ്ദേഹം സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാ. യേശുവേ എന്റെ സർവസ്വമേ, മറ്റൊന്നുമില്ലാത്തവർക്ക് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. രണ്ടാമത് സുവിശേഷ ജീവിതത്തിന്റെ നടപടിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥനയെ പറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ നോക്കിയിരിക്കലാണ് പ്രാർത്ഥന. ഈ നോക്കിയിരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പലപ്പോഴും ഉറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉറങ്ങുമ്പോഴും അവൻ എന്നെ നോക്കിയിരിക്കുന്നു എന്നതാണ് എൻ്റെ പ്രാർത്ഥനയുടെ ആഴമുള്ള ബോധ്യം. ഈ ഒരു പ്രാർത്ഥനാവബോധത്തിലേക്ക് നാം കടന്നു വരണം. കർത്താവിനെ നോക്കിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം സഹദേന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂൺ ഉന്നത പദമേറി. മശിഹായെ കാണുവാനുള്ള ബോധം, അവന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ആത്മീയമായ പക്വത ഈ പെരുന്നാൾ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് ജീവിത സാക്ഷ്യത്തെ പറ്റിയാണ്. ക്രിസ്തീയ ജീവിതം ഒരു വിറ്റ്നസിംഗ് ലൈഫാണ്. അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോട് ചോദിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുക്കാറുണ്ടോ? അപ്പൊ എല്ലാവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ മുഖങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അവരുടെ കരങ്ങളിൽ സ്പർശിച്ചിട്ടുണ്ടോ? ആരും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നോക്കാൻ മറന്ന ആ മുഖങ്ങളും നിങ്ങൾ സ്പർശിക്കാൻ മടിച്ച ആ കരങ്ങളും ക്രിസ്തുവിൻ്റെതാണെന്ന അവബോധത്തിലേക്ക് നിങ്ങൾ ഉണരണം. അവിടെ തുടങ്ങുന്ന ഒരു ജീവിതമാണ് സുവിശേഷ ജീവിതം. ഈ നടപടികളാണ് സഹദായുടെ ജീവിതം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒന്നാമത് നശ്വര ബഹുമാനത്തെ വെടിഞ്ഞ് ആത്മാർത്ഥതയാൽ ദൈവീക ഭക്തിയെ ഇഷ്ടപ്പെട്ട സഹദേന്മാർ നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ ജീവിതത്തിലും ഈ നശ്വര ബഹുമാനങ്ങളെ വെടിഞ്ഞ് ദൈവഭക്തിയെ, ദൈവസ്നേഹത്തെ പ്രതി ഇഷ്ടപ്പെടുവാൻ ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, സത്യവിശ്വാസത്തിന്റെ സഹന വഴിയിൽ സാക്ഷ്യദീപമായ സഹത. സത്യവിശ്വാസത്തിന്റെ സഹന വഴികളിൽ സാക്ഷ്യദീപമായ സഹത. വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലും, തുക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്ന് ചവളം രക്തം വെള്ളമോ ഡൊഴുകും മശിഹായേ സഹദേന്മാർ
കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാരും. എത്ര മനോഹരമായൊരു ചിത്രീകരണമാണ്. കുരിശിൽ ശവളം തുറക്കപ്പെട്ട് രക്തവും വെള്ളവും ഒഴുകുന്ന മശിഹായെ കണ്ട സഹതയന്മാർ കണ്ടങ്ങോടി മരിപ്പാനായി, ഇങ്ങനെ കർത്താവിന് വേണ്ടി മരിക്കുവാൻ ഓടിയൊരു ജനതയുടെ ഒരു കാലഘട്ടം ക്രിസ്തുമതം ഈ ലോകത്തിൽ ഇന്നുള്ളത് പോലെയാകുവാൻ തക്കവണ്ണം 2000 വർഷങ്ങൾക്കിപ്പുറവും ഇത് ഇങ്ങനെ ഒരു അല്പം പുഷ്ടിയോടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ഈ നിലത്ത് വീണ ഈ രക്തസാക്ഷികളുടെ രക്തത്തിൽ കുതിർന്ന വിത്തായാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുമല്ലോ, നോട്ട് ദ മിറക്കിൾസ്, അത്ഭുതങ്ങളല്ല, രക്തസാക്ഷിത്വമായിരുന്നു സഭയുടെ ബളം. സഹതയന്മാരുടെ ഒരു തത്വശാസ്ത്രം, ഫിലോസഫി എന്തെന്ന് ചോദിച്ചാൽ പൗലോസിന്റെ ഒരു വാക്യമാണ് അതിന്റെ ഉത്തരം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. ഏത് സഹതായും മുന്നിലേക്ക് പോയി മരിക്കുവാൻ ഓടിയതിന്റെ കാരണം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. എഫേസ്യർ 12 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പാപത്തോട് പോരാടുന്നതിൽ നാം ഇന്നുവരെയും പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. എന്നാൽ ഈ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നവരെയാണ് നാം പരിശുദ്ധന്മാരെന്നും സഹതന്മാരെന്നും പറയുന്നത്. അതുകൊണ്ട് ഈ ഓരോരുത്തരുടെയും പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ പ്രാണത്യാഗത്തോളം വിശ്വാസ വഴിയിൽ നിലകൊള്ളുവാനാണ്. അപ്പോളോ ദേവനും അർത്തമീസ് ദേവിക്കും ബലിയർപ്പിക്കുവാൻ തക്കവണ്ണം രാജാവ് ആവശ്യപ്പെട്ട് അവരുടെ അവതാരങ്ങൾ രാജാവ് വർണ്ണിക്കുമ്പോൾ മോശയുടെയും ശീമോന്റെയും പരിശുദ്ധ ദൈവമാതാവായ മറിയാമിന്റെയും ശ്രേഷ്ഠതയെ വർണ്ണിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ ആഴങ്ങളെയും അതിന്റെ സത്യസുവിശേഷത്തെയും ഗീവർഗീസ് സഹദ പ്രഘോഷിക്കുന്നുണ്ട്. സഹദ അപ്പോളോയും അർത്തമീസ് ദേവിയുമാണ് സ്വർഗത്തെയും ഭൂമിയെയും ഒക്കെ നിർമ്മിച്ചതെന്ന് പറഞ്ഞപ്പോൾ സഹദ മറുപടി പറയുന്നുണ്ട്, ഈ സ്വർഗവും ഭൂമിയും സൃഷ്ടിക്കാത്ത ദൈവങ്ങളൊക്കെയും ഈ ഭൂമിയിൽ തന്നെ നശിച്ചു പോകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫോർ ഐ വർഷിപ്പ് വൺ ട്രൂ ഗോഡ് വിത്ത് ഹിസ് സൺ ആൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ്, വൺ ട്രിനിറ്റി ആൻഡ് ഗോഡ്ഹെഡ് വിത്തൗട്ട് ഡിവിഷൻ. ഇത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി. 303 ഗീവർഗീസ് സഹദ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. 313 ക്രിസ്തീയ സഭ സ്വതന്ത്രമാകുന്നത്, എഡിക്ട് ഓഫ് മിലാൻ. 325 നിക്കിയ സുന്നഹദോസിൽ ഈ വിശ്വാസ പ്രമാണത്തിൽ ട്രിനിറ്റി എന്നും വൺ ട്രൂ ഗോഡ് എന്നും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമെന്നുമുള്ള വിശ്വാസ പ്രഖ്യാപനത്തെ സഭ പ്രഖ്യാപിക്കുന്നത്. വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ സത്യവിശ്വാസത്തിൽ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ഗീവർഗീസ് അതിന്റെ എല്ലാ മഹത്വത്തിലും വിളിച്ചു പറയുകയാണ്, I believe in the one true God, the Trinity, the Father, the Son and the Holy Spirit. ഇതാണ് വിശ്വാസത്തിന്റെ സഹന വഴികളിൽ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിൽ നിലകൊള്ളുക എന്ന് പറയുന്നു. അവിടെ അവൻ അഭയം ചെയ്യുകയാണ്, ഹൂ ഈസ് മൈ മാസ്റ്റർ? എന്റെ മാസ്റ്റർ അപ്പോളോ അല്ല, എന്റെ മാസ്റ്റർ, എന്റെ ഉടയവൻ എന്റെ തമ്പുരാനാണ്. ത്രിയേക ദൈവമാണ് എന്റെ ഉടയവൻ. ഈ ഒരു വിശ്വാസത്തിന്റെ അഫോർമേഷൻ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ ഉണ്ടാകുവാൻ ഈ പെരുന്നാൾ മുഖാന്തരമായി തീരണം. സഹോദരന്മാർ വെറുതെ മരിച്ചുപോയതല്ല, മരിച്ചുപോയത് ഈ വിശ്വാസത്തിന് വേണ്ടിയാണ്. ഈ വിശ്വാസത്തിന്റെ പങ്കിടിയിലും പങ്കുവെക്കലും ഉണ്ടാകേണ്ടത് ഭവനങ്ങളിലാണ്. ഈ ഭവനങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഈ സത്യവിശ്വാസത്തെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരുപാട് സന്തോഷമുള്ള അനുഭവങ്ങൾ ഈ കോവിഡ് സമയത്ത് എനിക്ക് അതിനെപ്പറ്റി പറയുവാൻ തക്കവണ്ണമുണ്ട്. ഒരു മരണമുണ്ടായി. ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ മരിച്ച പെട്ടെന്ന് ബോഡി മോർച്ചറിയിൽ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞേ വരികയുള്ളൂ. അവിടെ അച്ചായൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞ് കട്ടിലൊക്കെ വിരിച്ചിടുവാൻ ഞാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ, അച്ഛൻ അമ്മാമയാണ് മരിച്ചത്, ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. ഞാൻ ആ അച്ഛനോട് ചോദിച്ചൊരു വേദപുസ്തകം തരാമോ ഈ കട്ടിൽ വെക്കാൻ. ആ മനുഷ്യൻ പോയി ഒരു വേദപുസ്തകം എടുത്തുകൊണ്ട് വന്നു. മക്കൾ ആരും ഇവിടെ ഇല്ല. ഞാൻ ആ വേദപുസ്തകം നോക്കുമ്പോൾ അതൊരുപാട്, നല്ല പണക്കാരാണിവർ, പക്ഷെ ഒരുപാട് ഉപയോഗിച്ച് തീർന്നൊരു വേദപുസ്തകമാണ്. അതിന്റെ നടുക്കൊരു പേന ഇരിപ്പുണ്ട്.
ഒരു ഭാഗത്തൊരു പേനായിരിപ്പുണ്ട്. ചുമ്മാതെ ഞാൻ മറിച്ച് നോക്കിയപ്പോൾ അതിൽ വരയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു, ഇത് അവൾ ഉപയോഗിച്ചിരുന്ന വേദപുസ്തകമാണ്. അവൾ എന്നും കട്ടിലിരുന്ന് ഈ കഷ്ടതകളുടെ സമയത്തോട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നാളെ അമ്മ ആരായിരുന്നുവെന്ന് മക്കളോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. ഈ വേദപുസ്തകം അതിനെ ദൃഷ്ടാന്തീകരിച്ചു കൊള്ളുന്നു. ഇങ്ങനെയുള്ള ചില ജീവിത മാതൃകകളാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ വിശ്വാസ കൈമാറ്റത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമ്മൾ ഗൗരവപൂർവം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. അഗസ്റ്റിനോ ഹിപ്പോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഐ സ്പീക്ക് ഇൻ ദ വോയിസ് ഓഫ് ദ ചർച്ച്. ഞാൻ എൻ്റെ സഭയുടെ സ്വരത്തിൽ സംസാരിക്കും. ഇന്ന് സഭയിൽ നിന്ന് പോലും സഭയ്ക്ക് അനുയോജ്യമല്ലാത്ത സ്വരങ്ങൾ ഉയർന്നു കേൾക്കുമ്പോൾ, നാം ഓരോരുത്തരും ഈ വിശുദ്ധന്റെ ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം നിൽക്കുമ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ തക്കവണ്ണം കഴിയണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉറപ്പിക്കുവാൻ തക്കവണ്ണം കഴിയണം, ഞാൻ എൻ്റെ സഭയുടെ സ്വരത്തിൽ സംസാരിക്കും. എന്റെ സഭ ഐഹികമായ ഒന്നല്ല. നാം നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് അതിനെ ഐഹികം എന്നതുപോലെ മാറ്റി തീർത്താൽ അതിന്റെ ദുരന്തം നമുക്കാണ്. നമ്മുടെ ഐഹികം, നമ്മുടെ സഭ ഇതിനു വേണ്ടി വില കൊടുത്ത ഈ നിമിഷം വരെയും പരിശുദ്ധ മാമാതിരുമേനിയുടെ ഈ പ്രയാസങ്ങൾക്കിടയിലും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു കയ്യിൽ എന്റെ ജീവനെയും മറുകൈയിൽ എന്റെ സഭയെയും വെച്ചിട്ട് എന്റെ ദൈവം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്കെന്റെ സഭ മതി, എന്റെ ജീവനെ എടുത്തിട്ടാണെങ്കിലും എന്റെ സഭയെ നിലനിർത്തണം. ഈ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണമാണ് പ്രിയമുള്ളവരെ, സഹദേവന്മാർ മുതൽ ഈ പിതാവ് വരെയുള്ളവരിൽ കാണുന്ന ഈ വിശ്വാസത്തിൻ്റെതായ പിന്തുടർച്ച. അത് വെറുതെ ലഭിച്ച ഒന്നല്ല, അത് വെറുതെ നശിച്ചു പോകേണ്ട ഒന്നല്ല, അത് നാം നിലനിർത്തേണ്ട ഒന്നാണ്. അതിനുവേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ശനിയാഴ്ച ശീമാ നമസ്കാരം പ്രഭാതത്തിൽ നാം ചൊല്ലുന്നുണ്ട്, ചൊല്ലുന്നേവം സഹദേന്മാർ ഞങ്ങളുടെ നാഥൻ മേൽ സ്വർഗത്തിൽ 1000-10,000 വാനോർ മുമ്പിൽ നിൽക്കുന്നു, തൽസത്യം വെടിയാത്തോരാ ഞങ്ങൾക്കില്ലന്യൻ നാഥൻ രക്ഷിച്ചിടുമവൻ മർദ്ദിതരെ മർദ്ദകരീന്നും. സ്വർഗത്തിൽ 1000-10,000 വാഴ്ത്തുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് ഞങ്ങളുടെ നാഥൻ, അതാണ് ഞങ്ങളുടെ സത്യമായ വിശ്വാസം. എന്നിട്ട് എവിടെ ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾക്കില്ല അന്യൻ നാഥൻ, ഞങ്ങൾക്ക് മറ്റൊരു നാഥനുമില്ല, ഞങ്ങൾക്കില്ല അന്യൻ നാഥൻ. ദൈവം മാത്രമാകണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ നാഥൻ. ഈ വിശ്വാസം ഗീവർഗീസ് സഹദാ ഏറ്റു പറയുമ്പോഴാണ് രാജാവിന്റെ രാജ്ഞിയായ അലക്സാണ്ട്രിയ രാജ്ഞി പോലും മാനസാന്തരപ്പെട്ട് രാജാവിനെ തള്ളിപ്പറഞ്ഞ് സത്യവിശ്വാസത്തിലേക്ക് വരുന്നത്. ഗീവർഗീസിനോടൊപ്പം തന്നെ അലക്സാണ്ട്രിയ രാജ്ഞിയെയും രക്തസാക്ഷി മരണത്തിന് വിധേയയാക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരുമിച്ച് കൊല്ലുവാൻ തക്കോണം കൊണ്ടുപോകുന്ന സമയത്ത് ഗീവർഗീസ് സഹദായെ കാണുമ്പോൾ അലക്സാണ്ട്രിയ രാജ്ഞി കരഞ്ഞുകൊണ്ട് പറയും, ഗിവ് മീ ദ മാർക്ക് ഓഫ് ബാപ്റ്റിസം ദാറ്റ് ഐ മേ എൻ്റർ ക്രൈസ്റ്റ് മാൻഷൻ. ആ സമയത്ത് ക്രിസ്തുവിനെ സ്വീകരിച്ചതാണെങ്കിലും രാജ്ഞി പറയുകയാണ്, ഗീവർഗീസ് സഹദായോട് പറയുകയാണ്, ഞാൻ മാമോദീസ സ്വീകരിച്ചിട്ടില്ല. ഗിവ് മീ ദ മാർക്ക് ഓഫ് ബാപ്റ്റിസം ദാറ്റ് ഐ മേ എൻ്റർ ദ മാൻഷൻ, ഗോഡ് മാൻഷൻസ്. ഞാൻ ദൈവകൂടാരങ്ങളിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് മാമോദീസയുടെ ഒരു അടയാളം തരണം. ഇതാണ് പ്രിയമുള്ളവരെ ആദ്യ രക്തസാക്ഷികളുടെ അനുഭവം. നാം എത്ര മുമ്പേ ഈ അടയാളം സ്വീകരിച്ചവരാണ്. പക്ഷെ ഇത് ദൈവിക കൂടാരങ്ങളിൽ നമുക്ക് പ്രവേശനം നൽകുന്ന ഒരു അടയാളമാണെന്ന അവബോധം, അതനുസരിച്ചുള്ളൊരു ജീവിതം എത്ര പേർക്കുണ്ട്? അത് കേൾക്കുമ്പോൾ ഗീവർഗീസ് നൽകുന്ന ഒരു മറുപടി ഉണ്ട്. ഇനി അവൻ അവിടെ വെച്ച് മാമോദീസ കൊടുക്കുവാൻ തക്കോണം കഴിയുകയില്ലല്ലോ. ഗീവർഗീസ് പറയുന്നുണ്ട്, ഫിയർ നോട്ട് അലക്സാണ്ട്രിയ, നെവർ ബി അഫ്രൈഡ് ഇൻ ദ മാറ്റർ ഓഫ് ബാപ്റ്റിസം, ഫോർ യു മേ ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് ക്ലെൻസ്ഡ് ഇൻ യുവർ ബ്ലഡ്. നീ മാമോദീസ സ്വീകരിച്ചില്ല എന്നതിനെ ഓർത്ത് നീ പേടിക്കേണ്ട. നിന്റെ രക്തം കൊണ്ട് തന്നെ നിന്റെ പാപങ്ങൾ കഴുകപ്പെട്ട് കഴിയും. ഈ രക്തം കൊണ്ടുള്ള കഴുകൽ ജീവിതത്തിൽ അനവധി പീഡനങ്ങൾ ഗീവർഗീസ് സഹായം ഏറ്റെടുക്കുകയാണ്. അവനെ അഗ്നിയിൽ എറിഞ്ഞു. കുതിരകൾ 2 കാലുകൾ 2 കുതിരകളുടെ മേൽ കെട്ടി വിപരീത ദിശയിൽ വലിച്ചിഴച്ചു. തൊലിയുരിഞ്ഞ് നീട്ടി ചുണ്ണാമ്പിലിട്ടു. ശിരസ് വെട്ടിയെടുത്താണ് ചക്രത്തിന്മീതെ കെട്ടി, വാൾ കൊണ്ടുള്ള ചക്രത്തിന്മീതെ വെച്ച് കെട്ടി അവനെ പീഡിപ്പിച്ചു. അവസാനം ശിരച്ഛേദം ചെയ്യപ്പെട്ട് എല്ലാ പീഡനങ്ങളുടെയും ഒടുവിൽ
ഗീവർഗീസ് സ്വർഗം പോവുകയാണ്. വിശ്വാസത്തിന്റെ കടൽ നാം കടക്കണമെങ്കിൽ ആഴമേറിയ ദൈവസ്നേഹത്തിലേക്ക് നാം തിരിയണം. എബ്രായർ 11 ഹാബേലിന്റെ ബലിയും നോഹിന്റെ പെട്ടക നിർമ്മാണവും അബ്രഹാമിന്റെ പരദേശ പ്രയാണവും ബലിയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും യൗസേപ്പിന്റെയും ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നുള്ള വിടുതലും അനുഗ്രഹവും ഇസ്രായേൽ മക്കളുടെ ചെങ്കടൽ വിഭജനവും എരീഹോ കോട്ടയുടെ പതനവുമൊക്കെ സഹനങ്ങളിലൂടെ അവർ നയിച്ച വിശ്വാസത്തിന്റെ ആഴങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് എബ്രായരെ 11:33 മുതൽ 38 വാക്യങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, പോട്ടെ കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാളുകളുടെയും കോലാളുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു, കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. എന്നിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകം പറയുന്നത്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ഇത്രമാത്രം പീഡനങ്ങളിലൂടെ ഈ സഭയെ വളർത്തിയവരാണ്. കാടും മേടും കയറി പീഡനങ്ങളിലൂടെ സഭ സംരക്ഷിച്ചു നിർത്തി സത്യവിശ്വാസം ഇന്ന് കൈമാറി നമ്മിലെത്തി നിൽക്കുകയാണ്. ഇതിനെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നമ്മൾ കഴിയുമോ, അതിനുവേണ്ടി നിലനിൽക്കുമോ എന്നതാണ് ചോദ്യം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ പുസ്തകത്തിൽ എന്നെ ആകർഷിച്ച മറ്റൊരു വാക്യമുണ്ട്, ബോബി തോമസിന്റെ ക്രിസ്ത്യാനികൾ എന്ന പുസ്തകം. ഒരു അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തി ഇപ്രകാരമാണ്: സഭ സമ്പത്തും രാഷ്ട്രീയമായ കരുത്തും ആർജിച്ചപ്പോൾ മറ്റൊരു വിധത്തിൽ ദൈവം കൂടുതൽ ഏകാന്തനായി മാറുകയായിരുന്നു. ദൈവത്തിന്റെ ഈ ഏകാന്തതയുടെ ദുഃഖമാണ് വിശ്വാസത്തിന്റെ ആധുനിക പ്രതിസന്ധി. പ്രിയമുള്ളവരെ, ദൈവത്തെ ഏകാന്തനായി വിട്ടത് അവനിൽ നിന്നും അകന്നുപോയ നാം ഓരോരുത്തരുമാണ്. ഈ സഹോദരന്മാർ നമുക്ക് വീണ്ടും അവനിലേക്ക് എത്തുവാനുള്ള പാലമാണ്. വിശുദ്ധനാരെന്ന ചോദ്യത്തിന് ഞാൻ ഈ അടുത്ത് കേട്ട ഏറ്റവും മനോഹരമായൊരു വ്യാഖ്യാനം, വിശുദ്ധൻ സ്വർഗത്തിലേക്ക് മുമ്പേ പറന്ന ഒരു ദേശാടനക്കിളി എന്നുള്ളതാണ്. ദേശാടനക്കിളിക്കറിയാം അതിന്റെ ഇടം അവിടെയാണ്. ഈ മുമ്പേ പറക്കുന്ന ദേശാടനക്കിളിക്ക് ഒരു കുഴപ്പമുണ്ട്. ദേശാടനക്കിളികൾ കുറെ നാളുകൾ ഒരു ദേശത്ത് വന്ന് പാർത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള ഒന്നിനെ, അധികം വാർദ്ധക്യവുമല്ല അധികം കുഞ്ഞുമല്ലാത്ത നല്ലൊരു ദേശാടനക്കിളിയായിരിക്കും ആദ്യം ഇവർ വിടുന്നത്. അന്നേ ദിവസം യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളിലേക്ക് ഈ കൂട്ടത്തിന് മുമ്പായി ഈ ദേശാടനക്കിളി പോകും. പോയിട്ട് അവിടെ വെള്ളമുണ്ടോ, നീർത്തടാകങ്ങളുണ്ടോ, ചേക്കാറാനുള്ള ചില്ലകളുണ്ടോ നോക്കിയിട്ട് അത് മടങ്ങി വന്നിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുക. എന്നാൽ പലപ്പോഴും ഈ മുമ്പേ പറക്കുന്ന പക്ഷികൾ തിരിച്ചു വരാറില്ല. അവിടെയുള്ള അപകടങ്ങളിൽ അവർ ബലിയായി തീരും. പിന്നീട് ഈ ദേശാടന പക്ഷിയുടെ കൂട്ടം ആ വഴി പോവില്ല. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴികളിൽ, വിശ്വാസത്തിന്റെ വഴികളിൽ നമുക്ക് മുമ്പേ പോയി ബലിയായി തീർന്ന ബലിപ്പക്ഷികളാണ് വിശുദ്ധന്മാർ. 23-ാമത്തെ വയസ്സിൽ മരിച്ച, 28-ാമത്തെ വയസ്സിൽ മരിച്ച സഹദായുടെ ഇൻസ്പിറേഷനും മാതൃകയും 33.5 വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ദൈവപുത്രനായിരുന്നു. വിശുദ്ധന്മാരും സഹദന്മാരും നമ്മുടെ കളങ്കപ്പെട്ട വിശുദ്ധിയുടെ വസ്ത്രത്തെ പറ്റി ഓരോ ദിവസവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധരായ സഹദന്മാർ നമ്മുടെ വിളി വിശുദ്ധരാകാനാണ് എന്ന് നമ്മെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹദന്മാരുടെ അസ്ഥികളിൽ നിന്ന് ഉയരുന്ന ധൂപം സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്നു. മഹാപരിശുദ്ധനായ ഗീവർഗീസേ, സർപ്പത്തിൽ നിന്ന് നാടിനെ രക്ഷിച്ചതുപോലെ ഞങ്ങളെ നശിപ്പിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ രോഗപീഠകളിൽ നിന്ന് നിന്റെ അപേക്ഷയാൽ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ. രോഗബാധിതർക്ക് നിന്റെ പ്രാർത്ഥന സൗഖ്യത്തിന്റെ ഉറവയായി ഭവിക്കണമേ. എല്ലാറ്റിലും ഉപരി നിന്റെ ദൈവസ്നേഹത്തെ അനുകരിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്ന് വന്നേക്കും തന്നെ. ആമീൻ.